സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പവും ഇല്ലാതെ നടന്ന അനശ്വര കൊച്ചിനെ കുഴപ്പത്തിലാക്കുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ആരെങ്കിലും അങ്ങനെയൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നോ? പ്രത്യേകിച്ച് ഈ OTT-യിലും കൂടെ ഈ സിനിമ ഉള്ളത് കൊണ്ട് എല്ലാവരും വീട്ടിലെ TV-കളിൽ ഇട്ട് കണ്ട് ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങളും ചെകഞ്ഞെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞോ? ഒരുപാട് പേര് പറഞ്ഞിരുന്നു സിനിമ. പക്ഷേ സിനിമ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്കിതൊന്നും അറിയത്തില്ല. എന്നോട് ഫുൾ സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ആ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരുപാട് പേര് എൻ്റെ കൂടെ ഉള്ളവർ പോലും വളരെ ഇതായിട്ട് പറഞ്ഞു, നീ കാരണമാണ് ആ കൊച്ച് ഇങ്ങനെ മരിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ കുറെ BTS ഒക്കെ ഇറങ്ങി നമ്മളിങ്ങനെ പല പല വീഡിയോസ് ആയിട്ട് കണ്ടിരുന്നേ. അപ്പൊ അനശ്വര ഇങ്ങനെ ഒരാളുടെ സൈഡിലിരിക്കുന്ന ഒരു റീല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടു. അനശ്വര സൈഡിലിരിക്കുന്ന ആളെ നോക്കിയപ്പോ മമ്മൂട്ടിയുടെ ഒരു ചെറിയ ഛായയൊക്കെ. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ എല്ലാവരോടും എന്നെ എടുത്തിട്ട് ഓടിക്കരുത്, ഈ റീല് ഞാൻ സൈഡിൽ കാണിക്കുന്നതായിരിക്കും. ചേട്ടൻ അങ്ങനെ അപ്പൊ റോയ് ചേട്ടൻ തിരിച്ചറിഞ്ഞിരുന്നു, എനിക്ക് എവിടെയോ ഒരു മമ്മൂട്ടിയുടെ ഒരു ചെറിയ ലുക്ക് ഉണ്ടല്ലോ എന്ന്. ഇത് കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ഞാനതിലെ കമൻറ്റ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്ത് അയച്ചു തന്നിട്ട് ആ കമൻറ്റ് വായിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം ഇത് മമ്മൂട്ടിയുടെ ആണോ ഇദ്ദേഹമാണോ എന്നൊക്കെ ചോദിച്ചു കുറേ കമൻറ്റ് വന്നു. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല.